നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മന്ത്ലി ട്രേഡിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ടൊരു ഡിസ്ക്ലൈമറായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ഇത് ഷോർട്ട് വീഡിയോ ആണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ് ഓപ്ഷൻ ബൈയിങ് നിങ്ങൾ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. ഞാനിത് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അതും ഡെയിലി ക്യാൻഡിലും മന്ത്ലി എക്സ്പയറിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹവർലി ക്യാൻഡിൽ ഇട്ടിട്ട് വീക്ക്ലിയും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ താഴത്തോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഹവർലിയിലും ഡെയിലി ക്യാൻഡിലാണ് കുറച്ചും കൂടെ അധികമായിട്ട് അക്യൂറസി കാണുന്നത്. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. കൂടുതൽ ആളുകളോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലൈക്കൊക്കെ ഉപകരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ പേര് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ എക്സ്ട്രീം ട്രെൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അത് ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എക്സ്ട്രീം ട്രെൻഡിൻ്റെ എക്സ്ട്രെൻഡ് എന്ന് വരിക. അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ഈ ഷേപ്സ് ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ EMA 200ൻ്റെ കളറൊന്ന് കൂട്ടുക, ബ്ലാക്ക് ആക്കുക. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇത്രയും മതി. ഈ ഒരു സാധനം വെച്ചിട്ടാണ്, ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് കാലം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ, ഈ ഗ്രീൻ ലൈന് ഉദ്ദേശിക്കുന്നത് അപ് ട്രെൻഡും അതുപോലെ തന്നെ ഈ റെഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഡൗൺ ട്രെൻഡുമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഇനി എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരുവിധം കാണുന്നവർക്കൊക്കെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പോർഷൻ, ഈ സംഭവങ്ങൾ ഇവിടെ ഗ്രീൻ ലൈന്, ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16th മെയ്ക്കകത്ത് നമുക്ക് ഗ്രീൻ ലൈൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അന്ന് ഈവനിങ്ങിൽ ഈ ഒരു പോർഷനിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഗ്രീൻ ലൈന് വന്നു. അപ്പോൾ ഇത് അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷനിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈന് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഗ്രീൻ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതാ ഗ്രീൻ ലൈൻ അപ് ട്രെൻഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഗ്രീൻ ലൈനിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഈ ഒരു പോയിന്റ്, അതായത് 21,780. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അന്നത്തെ വാല്യൂ 21,700 കുറച്ച് മുമ്പാണ്. 21,780 എന്ന് വെച്ചാൽ അപ്പോൾ 21,800 തന്നെ പിടിച്ചോളൂ. അപ്പോൾ അതിൻ്റെ 200 പോയിന്റ് പിന്നെ ഔട്ട് ഓഫ് ദ മണിയിലുള്ള അപ് ട്രെൻഡ് അല്ലേ കാണിക്കുന്നത്, ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. ആ ഒരു സെല്ലറുടെ കേസിലാണ് ഞാൻ പറയുന്നത്. ബൈൻ്റെ കേസിൽ അവരെ റിസ്ക് അനുസരിച്ച് അവർ ചെയ്തോട്ടെ. ഇവിടെ ഗ്രീന് കണ്ടു കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ്, ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക. അതുപോലെ തന്നെ റെഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എൻട്രി റൂൾ. ഇനി എക്സിറ്റ് റൂൾ എന്താണ്? എക്സിറ്റ് റൂൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഞാൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഗ്രീൻ ലൈന് അപ് ട്രെൻഡാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രീമിയം ഇപ്പോൾ ഒരു 300 രൂപയാണെന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ അതൊരു 300 രൂപയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഈ 300 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% ആകുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും. അത് 150 രൂപയ്ക്ക് മാർക്കറ്റ് അപ് ട്രെൻഡ് പോയിട്ട് അതിൻ്റെ പ്രീമിയം, അതിൻ്റെ തീറ്റ ബെനിഫിറ്റ് നമുക്ക് കിട്ടി 150 രൂപയിലെത്തുമ്പോൾ നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വൺ വേ. അനദർ വേ ഈസ് ഇവിടെ നമ്മൾ എൻട്രി എടുത്തല്ലോ, ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു റെഡ് ലൈൻ ഡൗൺ ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് മനസ്സിലാവുന്ന ഇതുവരെ നമുക്ക് തുടർന്നിട്ട് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് എല്ലായ്പ്പോഴും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ,
ഇവിടെ നിങ്ങൾ കണ്ടു ഈ ഒരു പോർഷനിൽ ഇവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഡൗൺ ട്രെൻഡ് കാണുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ സെല് ചെയ്യും. ഈ കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് 2 ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ ഗ്രീൻ വന്നിട്ട് നമ്മൾ എക്സിറ്റ് ആവേണ്ടി വരും. കാരണം ഗ്രീൻ ലൈൻ കണ്ടാൽ നമ്മൾ 50% എല്ലാം എടുക്കുക, നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സിറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സ്ട്രാറ്റജി ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ലോസ് വരും. അപ്പോൾ നമ്മൾ ഒരു 50% പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ പ്രീമിയത്തിൻ്റെ 50% ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഒരുപാട് കാലം ഞാൻ ഉപയോഗിക്കുന്നു, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡൊക്കെ കണ്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ഞാൻ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 2 മാസം അത്യാവശ്യം ഞാൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് രാവിലെ ഒരുപാട് സമയം ഇതിനകത്ത് ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല പ്രോഫിറ്റ്. പിന്നെ ഞാൻ അടുത്തൊരു എൻട്രി എടുത്തത് ഇവിടെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഇങ്ങനെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻട്രി എടുത്തിട്ട് ഞാൻ ഏകദേശം 60% ഇവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഇന്ന് മാർക്കറ്റ് കണ്ടു, ഇന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. മറ്റന്നാളൊക്കെ ആയിട്ട് 24,500 താഴത്തോട്ട് പോകില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. മുകളിലോട്ട് പൊക്കോളും. അപ്പോൾ അത് ഞാൻ ബൈ ചെയ്തേക്കുന്നത് 180 രൂപ സെല് ചെയ്തേക്കുന്നത് 180 രൂപ പ്രീമിയത്തിലാണ്. അതൊരു 85-90 ലെവലിലാകുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഗ്രീന് കാണുന്നത് അപ് ട്രെൻഡും ഈ റെഡ് കാണുന്നത് ഡൗൺ ട്രെൻഡുമാണ്. അതിനെ സപ്പോർട്ട് 200 മൂവിങ് ആവറേജും ഉണ്ട്. അപ്പോൾ ഈ റെഡ് കാണുമ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യുക, ഗ്രീന് കാണുമ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുക. എപ്പോഴും ഏറ്റവും നല്ലത് ഒരു 200 പോയിന്റ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ സെല് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു സ്റ്റഡീസ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരോട്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു.